വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 23 39 മുതൽ 41 വരെയുള്ള സൂക്തങ്ങൾ. പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, രക്ഷിതാവേ, ഈ ജനം എന്നെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, അതിനാൽ നീ എന്നെ സഹായിക്കണമേ. അപ്പോൾ ദൈവം പ്രതിവചിച്ചു, അവർ അടുത്ത് തന്നെ ഖേദിക്കേണ്ടി വരും. തുടർന്ന് ഒരു യഥാർത്ഥ ഘോര ഗർജനം തന്നെ അവരെ ബാധിച്ചു. നാം അവരെ കേവലം ചപ്പുചവറുകളാക്കി മാറ്റി. അക്രമികളായ ജനതയ്ക്ക് ഇത്തരം നാശം തന്നെയാണ്. ഈ സൂക്തങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടത് പ്രവാചകൻ ഹൂദിനെ കുറിച്ചാണ്. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഒമാനിൽ ഉൾപ്പെട്ട ഉബാർ എന്ന പ്രദേശമാണ് ഹൂദ് നബിയുടെ സമുദായമായ ആദ് സമുദായം വസിച്ചിരുന്നത്. ഒമാനിലെ സലാലയിൽ നിന്നും 172 കിലോമീറ്റർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ ഉബാറിലെത്താം. സമ്പൽ സമൃദ്ധിയും സുഖലോലുപതയിലും ഒക്കെ ആണ്ടുപോയ ഈ സമുദായം ദൈവധിക്കാരികളായിട്ട് മാറി. ആ ഘട്ടത്തിലാണ് ദൈവം ഹൂദിനെ അവരിലേക്ക് പ്രവാചകനായിട്ട് നിയോഗിച്ചത്. ആ പ്രവാചകൻ്റെ കൽപ്പനകൾക്കും പ്രബോധനങ്ങൾക്കും അവർ പുല്ലുവില പോലും കൽപ്പിച്ചില്ല. അതോടെ ദൈവകോപം അവരിൽ ആപതിച്ചു. 7 രാത്രിയും 8 പകലും നീണ്ടുനിന്ന ഒരു കൊടുങ്കാറ്റായിരുന്നു അവരെ ബാധിച്ചത്. ഖുർആൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കടപുഴകി വീണ ഈത്തപ്പനത്തടികളെന്നോണം ആ സമുദായം ഒന്നടങ്കം നിലംപരിശാക്കപ്പെട്ടു. ഒരു സമൂഹത്തിൽ നിരീശ്വരത്വവും അക്രമവും അധർമ്മവും അനീതിയും പടർന്നു പിടിച്ചാൽ പിന്നെ ആ നാടിൻ്റെ നാശമാണ് ഉണ്ടാകുക. ഇതേപോലെ ചരിത്രത്തിൽ നാമാവശേഷമായ എത്രയോ ജനതകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ചരിത്രങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവിശ്വാസത്തിലധിഷ്ഠിതമായ നീതിയിലും ധർമ്മത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർ മാത്രമേ വിജയം വരിക്കുകയുള്ളൂ എന്ന ഒരു ഗുണപാഠമാണ് ഈ സൂക്തങ്ങളിലൂടെ നൽകപ്പെടുന്നത്.